ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റമദാനിലെ അനുഗ്രഹീതമായ രണ്ടാമത്തെ 10 ദിനരാത്രങ്ങൾക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. മനുഷ്യരുടെ അഥവാ ദുർബലരായ, എല്ലാ അർത്ഥത്തിലും കഴിവ് കുറഞ്ഞ, ശേഷി കുറഞ്ഞ മനുഷ്യകുലത്തിൻ്റെയും വംശത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ അത്താണി, ആശ്രയം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എല്ലാ വേദങ്ങളും മുൻകഴിഞ്ഞുപോയ നബിമാരുടെ കാലഘട്ടത്തിലും അന്ത്യപ്രവാചകൻ്റെ കാലഘട്ടത്തിലും ഏറ്റവും അധികം ജനങ്ങളെ ബോധിപ്പിച്ചതും അവരെ പരിശീലിപ്പിച്ചതും ഈ വിഷയമാണ്. നമ്മുടെ നമസ്കാരത്തിന് മുൻപുള്ള കർമ്മങ്ങൾ, ശേഷമുള്ള കാര്യങ്ങൾ, നോമ്പിൻ്റെ തുടക്കവും അത് മുറിക്കുന്ന സമയം, രാത്രി എഴുന്നേൽക്കുമ്പോൾ, കാറ്റടിച്ച് വീശുമ്പോൾ, മഴ പെയ്യുമ്പോൾ, നിലാവ് കാണുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥാന്തരങ്ങളിലും ഏറ്റവും അനിവാര്യമായ പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചത്. അവിടെ ഒരു അടിസ്ഥാനപരമായൊരു കാര്യം സൂറ അൽ ജിന്ന്, അതിൽ അള്ളാഹു വിളംബരം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മൗലികതയാണ് ഇസ്ലാമിൻ്റെ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. അർത്ഥം പറയാതെ ഏതൊരു വിശ്വാസിക്കും, ഏതൊരു മുസ്ലിമിനും വളരെ പെട്ടെന്ന് മനസ്സിലാവും. നീ പറഞ്ഞേക്കുക ഇന്നമാ അദ്ഉ റബ്ബി. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ നാവുകൊണ്ട് അവൻ പ്രഖ്യാപിക്കുകയാണ്. ഇത് നബി മാത്രമല്ല. ഇന്നമാ അദ്ഉ റബ്ബി, നിശ്ചയം ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഇത് അധികവും മനസ്സിലാകാത്തത് ഇന്നും ലോകത്ത് മുസ്ലിം പണ്ഡിതർ മാത്രമേ ഉള്ളൂ, എല്ലാ ജാതി മതത്തിലും പെട്ട. അവർക്കിപ്പോഴും ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ബഹുജനങ്ങൾക്കെല്ലാം എളുപ്പം മനസ്സിലായി. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. വലാ ഉശ്രിക്, ഞാൻ പങ്കു ചേർക്കുകയില്ല. ബിഹി, ആ പ്രാർത്ഥനയിൽ, ദുആയിൽ, അഹദൻ, യാതൊന്നിനെയും. അത് ഗ്രാമർ നഹ്വ് വഴിയാണ് പറയുന്നതെങ്കിൽ അതിലെ ഓരോ വാക്കുകളും അനവധി വിവരണം ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ, ഞാൻ ആരെയും പങ്കു ചേർക്കുകയില്ല. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ റബ്ബിനോട് ദുആ ചെയ്യാം. അതിന് ഈ പ്രപഞ്ചത്തിൽ, പ്രകൃതിയിൽ ആരുടെയും സമ്മതം വേണ്ട, ആരുടെയും ശുപാർശ വേണ്ട, ആരുടെയും ഇടനില വേണ്ട, ആരുടെയും മഹത്വവും അനുഗ്രഹവും ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് അരുവിക്കരയിൽ കേരളത്തിൽ ഒരു വലിയ യോഗി കേരളത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇത് ഞാൻ എൻ്റെ ഈശ്വരനെയാണ് ഇവിടെ സ്ഥാപിച്ചതെന്ന്. അത് നിങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പോൾ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി എന്നിവിടെ പറയാൻ കാരണമുണ്ട്. നോമ്പ് നിങ്ങൾക്ക് ഫർളാണ്, മുൻഗാമികൾക്കും അത് നിർബന്ധമായിരുന്നു. എന്തിനാണ്? നിങ്ങൾ ജീവിതത്തിൽ കുറച്ചുകൂടി നന്നാകാൻ വേണ്ടിയാണ്. ഇതാണ് ആയത്തിൻ്റെ സാരം. ലഅല്ലക്കും തത്തഖൂൻ. എന്നിട്ട് അല്ലാഹു അതിനോട് ചേർത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. കുറേ ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞു, രോഗമാണെങ്കിലുള്ള കാര്യം പറഞ്ഞതിന് ശേഷം ഫഇദാ സഅലക ഇബാദി,
അന്നി ഫൈന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാഇ, എന്നെ സംബന്ധിച്ച് നിന്നോട് അന്വേഷിക്കുകയാണ് എൻ്റെ ദാസന്മാർ. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലി എന്താ? ഇനി അള്ളാഹുവിനെ ചോദ്യകർത്താവിന് മനസ്സിലാകുന്ന ക്രമത്തിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അപ്പം നബിയോട് അള്ളാഹു പറഞ്ഞു, ഫൈന്നി ഖരീബ്, ഞാൻ ഓരോ മനുഷ്യനോടും സമീപസ്ഥനാണ്. ആ സാമീപ്യം സൂറത്ത് ഖാഫ്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാഡിയേക്കാൾ ഞാൻ അവനോടടുത്തിരിക്കുന്നു. സൂറത്ത് ഖാഫിൽ അങ്ങനെയാണ് അള്ളാഹു ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് അള്ളാഹു ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ദഅവത്തദ്ദാഇ ഉജീബു ദഅവത്തദ്ദാഇ, ദുആ ചെയ്യുന്നവൻ്റെ ദുആഇന് ഞാൻ ഉത്തരം ചെയ്യും. ഇദാ ദഅാനി, അവൻ എന്നോട് ദുആ ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ, എന്നോട് ദുആ ചെയ്താലാണ്. പക്ഷെ കേരളത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ദുആയിലും ഹക്ക്, ഫളില്, ജാഹ്, ബർക്കത്ത്, മരിച്ചു മൺമറിഞ്ഞു പോയ നമ്മളൊക്കെ വലുതെന്ന് പറയുന്ന ആളുകളെ പേര് പറഞ്ഞിട്ട് അവരുടെ ഹക്ക്, ജാഹ്, ഫളില്, ബർക്കത്ത് എന്നതൊക്കെ പറഞ്ഞിട്ടാണ് ദുആ ചെയ്യുള്ളൂ. അല്ലാതെ ഒരു പ്രാർത്ഥന അറിയില്ല പുരോഹിത വിഭാഗത്തിന്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. വളരെ സുപരിചിതമായ ഒരായത്താണ്. അള്ളാഹുവിൻ്റെ വജ്ഹും ലിഖാഉം ഫളിലും അനുഗ്രഹവും വിജയവും മഹ്ശറയിൽ ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ സൽപ്രവർത്തികൾ ചെയ്യട്ടെ. ഒരമലും ചെയ്യുമ്പോൾ വേറെ ഒന്നിൻ്റെയും ലക്ഷ്യമാകരുത്. അതാണ് നെയ്യത്ത് പഠിപ്പിച്ച ആയത്ത്. അവിടെ വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയും വേറൊരാളെ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. പിന്നെ എങ്ങനെയാണത്? ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക്, അവിടെയും പങ്ക് ചേർക്കരുത്. ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ. എന്താണ് ഇബാദത്ത്? ഖുർആനിലെ മറ്റൊരായത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ഉദഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും. ഇനി പറയുന്ന വാക്കാണ്, ദുആ എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് വേറൊരു വാക്കാണ് ഇനി ഉപയോഗിക്കുന്നത്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, ആദ്യം കൽപ്പിച്ച് എന്നോട് ദുആ ചെയ്യാനാണ്, ഞാൻ ഉത്തരം ചെയ്യും. എന്നാൽ ചില ആളുകൾക്ക് ഭയങ്കര അഹംഭാവമാണ്, ധിക്കാരമാണ്. എന്നോട് ഇബാദത്ത് ചെയ്യുന്നതിൽ കിബറ് കാണിക്കുന്ന ആളുകൾ എന്ത് ചെയ്താൽ അങ്ങനെ നാവ് വഴങ്ങൂല. എപ്പോൾ ദുആ ചെയ്താലും ഏതെങ്കിലും ഒരു ഹോജയുടെ പേര് പറയും. എന്നിട്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണമെന്ന് പറയും. അത്ര പോലും അള്ളാഹുവെ രക്ഷിക്കണമെന്ന് പറയില്ല. നിങ്ങളെല്ലാവരും ഈ മയ്യത്തെടുക്കുന്നതിന് മുമ്പൊക്കെ പ്രധാനപ്പെട്ട ദിവ്യപുരുഷൻ വന്നിട്ട് ദുആ ചെയ്താലല്ലേ എടുക്കുള്ളൂ. അതൊക്കെ ചേർത്ത് പഠിക്കണം കേട്ടോ. അതൊക്കെ വളരെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, ഇമാം റാസി അലൈഹി റഹ്മയുടെ തഫ്സീറിൽ പറയുന്നു, എന്തുകൊണ്ടാണ് ഇബാദത്ത് എന്നിവിടെ പറഞ്ഞത്? അത് അല്ലാഹുവിൻ്റെ റസൂൽ വ്യക്താക്കിയല്ലേ, അദ്ദുആഉ ഹുവൽ ഇബാദ. ഇവിടെ ദുആയാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. ആ ദുആയുടെ പേരാണ് ഇബാദത്ത് എന്ന്. ആ ദുആ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, ഇബാദത്ത് പടച്ചവന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവിവരണത്തിൽ വളരെ പ്രസിദ്ധനായൊരു ഖുർആൻ വ്യാഖ്യാതാവിന് വലിയ അബദ്ധം പറ്റിയത്. അദ്ദേഹം അനുസരണം എന്നും അടിമത്വം എന്നതോടെ അർത്ഥം പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയുടെ വിവരണം. ഇവിടെ അതൊന്നും അല്ല കാര്യം. അപ്പോൾ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നത് നരകത്തിലാണ്. അത് വളരെ നിന്ദ്യമായ നിലയിലാണ്. ഇതാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്, ഖുർആൻ പ്രഖ്യാപിച്ചത്. അപ്പം രാപകലുകൾ പ്രാർത്ഥനകൾ നിറഞ്ഞ വസന്തമാണ് യഥാർത്ഥത്തിൽ ഈ റമളാൻ. ഓരോ മനുഷ്യനും അവൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക വഴി ആത്മബലവും ശക്തിയും ലഭിക്കുന്നു.
പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, ആവലാതികൾ തീർക്കപ്പെടും, സങ്കടങ്ങൾ മായ്ച്ചു കളയും. അവന് ഏറ്റവും അനുഗ്രഹീതമായൊരു വിജയം പടച്ചവൻ പ്രദാനം ചെയ്യും. അത് ഖുർആനിൽ എത്രയോ, നമ്മളെപ്പോഴും ഈ 1.5 ലക്ഷം അമ്പിയാക്കൾ എന്ന് പറയുമല്ലോ, ഓരോ നബിമാരും അവരവരുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചതാണ്. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിഅ്മത്തും നഅ്മത്തും ഉണ്ട്. ഖുർആൻ്റെ 2 പ്രയോഗമാണത്. നിഅ്മത്ത് എന്നത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ രീതിയാണ്. ഓരോ ദിവസവും നിമിഷമൊക്കെ അനുഭവിക്കുന്ന രീതിയെക്കുറിച്ചാണ് തിൽക്ക നിഅ്മത്തുൻ, ഇതൊരു അനുഗ്രഹമാണെന്ന് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ കാറൂനും ഹാമാനും ഫിർഔനെ സംബന്ധിച്ചൊക്കെ പ്രതിപാദിച്ചപ്പോഴും ഈ വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷേ നഅ്മത്ത് ആകുമ്പോൾ ഈ ആശയം വിട്ടിട്ട് വേറൊരു ആശയത്തിലേക്ക് വരും. മനുഷ്യൻ അവൻ്റെ നിത്യജീവിതത്തിൽ അവന് ലഭിക്കുന്ന അവൻ്റേതല്ലാത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. അത് പടച്ചവൻ നൽകണമാണ്. അതിനെ സംബന്ധിച്ചുള്ള സ്മരണയാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ രാപകലുകളുടെ പ്രാർത്ഥനാ സമയം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ അവനോട് കർക്കശമായി ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളുടെ ആകത്തുകയാണ് ദുആ. അത് എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു. ഖുർആനിൽ അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ടേ ദുആയുള്ളൂ, അല്ലെങ്കിൽ റബ്ബി എന്ന് വിളിച്ചുകൊണ്ടേ പ്രാർത്ഥനയുള്ളൂ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, ഇപ്പം നമ്മൾ കേട്ടല്ലോ, തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. അള്ളാഹുവേ, നീ പറയണം അള്ളാഹുവിൻ്റെ ഹിതത്തിലാണ്, അള്ളാഹുവിൻ്റെ ഹിതത്തിൽ അധികാരം നൽകും. അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ അധികാരം ഉണ്ടാവില്ല. ചിലപ്പോൾ പ്രതാപം നൽകും, മറ്റ് ചിലപ്പോൾ അള്ളാഹു ആ പ്രതാപം അവനിൽ നിന്ന് ഊരിക്കളയും. ഒന്നും ചെയ്യാൻ കഴിയില്ല അവന്. അത് അവനെ അറിയില്ല, വന്ന വഴിയും അറിയില്ല, പോയ വഴിയും അറിയില്ല. അതൊരു അത്യാത്ഭുതമാണ് മനുഷ്യനെ സംബന്ധിച്ച്. അതൊരു നിർത്തുകയാണ്. അപ്പം അള്ളാഹുവിലാണ് എല്ലാം. അങ്ങനെ പറഞ്ഞിട്ടാണ് അള്ളാഹുമ്മ അല്ലെങ്കിൽ റബ്ബി, റബ്ബന, അള്ളാഹുമ്മ ഇങ്ങനെ പറഞ്ഞിട്ടേ ദുആയുള്ളൂ. ഈ ദുആയിൻ്റെ ശൈലിയാണ് നമ്മൾ ഈ റമദാനിൽ പഠിക്കേണ്ടത്. പ്രാർത്ഥനകളിൽ ശ്രദ്ധയൊരുത്തണം, നിത്യവസന്തമായി ദുആ കൊണ്ട് നിറയ്ക്കണം. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.